ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ വിമാലവിക. പിന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പതിവിലും നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇത്രയും നേരത്തെ എണീക്കാറില്ല. ബ്ലൂസിൻ്റെ ക്ലാസ്സിലെ ടൈമൊക്കെ ആണെങ്കിൽ ഒരു 7 മണിക്കൊക്കെയാണ് ഞാൻ എണീക്കാറ്. ഇന്ന് 6 മണി 6:15 ആകുമ്പോഴേക്കും എണീറ്റു കേട്ടോ. അപ്പം അമ്മേനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ നേരെ കിച്ചണിൽ കയറി. വൺ സൈഡ് ലൈറ്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതാണ് കേട്ടോ ഒരു മങ്ങിച്ച ഫീൽ ചെയ്യണത്. പിന്നെ എൻ്റെ ഫോണിന് ഇച്ചിരി ക്ലാരിറ്റി കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബാക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഈയിടെയായിട്ട് കിച്ചണിലൊന്നും കയറാറില്ല. സത്യം പറയുകയാണെങ്കിൽ എന്തോ വോമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്മെല്ലും കാര്യങ്ങളൊന്നും പറ്റാറില്ല. അപ്പം അമ്മ തന്നെയാണ് കൂടുതലും കിച്ചണിൽ കയറിയിട്ട് എല്ലാം സെറ്റാക്കാറ്. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്യാനുള്ളൊരു മൂഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭൂരി ഉണ്ടാക്കാമെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ നൈറ്റ് ബബ്ലൂസിനോട് ചോദിച്ചു ഇന്ന് എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ അവൻ ഭൂരി മതി എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഞാൻ തലേ ദിവസം ചോദിച്ച് വെക്കും അവനോട് എന്താ വേണ്ടതെന്ന്. അപ്പോൾ അവന് ഇഷ്ടമുള്ളത് പറയുകയാണെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കും. അല്ലാത്ത പക്ഷം അവൻ വന്ന് നോക്കുമ്പോൾ അവൻ വഴക്ക് പറയും എന്നെ. സത്യത്തിൽ അമ്മ എനിക്ക് ഞാൻ പറഞ്ഞത് വെച്ച് തന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടും. അപ്പോൾ പിന്നെ അതൊന്നും കേൾക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കടല ഗ്രീൻ മീൻസ് ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കടല ബബ്ലൂസിന് വേണ്ടിയിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് ഞാൻ വെച്ചു. പിന്നെ ഈ ഒരു വാട്ടർ ബോട്ടിൽ ഞാൻ ഫ്ലിപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ബബ്ലൂസിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഏട്ടൻ പോയിട്ട് വെള്ളയപ്പം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പവും ഗ്രീൻ മീൻസ് ആക്കാമെന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ മെഡിസിനൊക്കെ ഉള്ളതുകൊണ്ട് കൃത്യസമയത്ത് ഫുഡ് കഴിക്കണം. കുറച്ചീശ കഴിക്കുന്നുണ്ടെങ്കിലും ഇടവിട്ടാണ് ഞാനിപ്പോൾ കഴിക്കാൻ നോക്കാറ്. എങ്ങനെയെങ്കിലും ബേബി വെയിറ്റ് ഗെയിൻ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ നോർമലി വെയിറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഡെലിവറി ടൈമിലൊക്കെ ആകുമ്പോഴേക്കും ഒരു 3 kg അടുത്തൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങിയത് കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടയും കൂടി പുഴുങ്ങാമെന്ന്. മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു. ഗ്രീൻ മീൻസിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. കുറച്ച് ഗ്രീൻ മീൻസ് വെന്തപ്പോൾ ഞാനത് ബബ്ലൂസിന് വേണ്ടിയിട്ട് മാറ്റിയും വെച്ചിട്ടുണ്ട്. പിന്നെ ബബ്ലൂന് കുളിക്കാനുള്ള വെള്ളം കൂടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ്. അവൻ എണീറ്റ് വരുമ്പോഴേക്കും ആ വെള്ളം അങ്ങനെ ചൂടാവും. പിന്നെ അവന് പാല് കൊടുത്തിട്ട് നേരെ കുളിപ്പിക്കാനാണ് ചെയ്യാറ്. 8 മണിക്കുള്ളിൽ എൻ്റെ എല്ലാ പണികളും കഴിയും കേട്ടോ. 8 മണിക്ക് ശേഷം ഏട്ടനാണ് അവനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ 8:30 ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ അവന് ക്ലാസ്സിൽ കൊണ്ടാക്കാനായിട്ട്. അപ്പോൾ ഭൂരിക്ക് ഷേപ്പ് വേണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഒരു കുഞ്ഞി പാത്രമുണ്ട്, ആ അടപ്പ് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഭൂരിക്ക് ഷേപ്പാക്കി ഞാൻ. അങ്ങനെയാണ് ഞാൻ ഭൂരി ഉണ്ടാക്കാറ്. കുറച്ച് മാവാണ് എടുത്തത്, പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴേക്കും ഒരു 10-11 ഭൂരിയായി. അപ്പോൾ എന്തായാലും മാവന് 2 എണ്ണം കൊടുത്തിട്ട് ബാക്കി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എന്തായാലും ഗ്രീൻ മീൻസ് ആണല്ലോ വെച്ചേക്കണത്, കഴിക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചടപടാന്നുള്ള പണികളിങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബബ്ലൂസാണെങ്കിൽ നല്ല ഉറക്കമാണ്. അവൻ ഒരു 7:30 ആകുമ്പോഴേക്കും അവൻ എണീക്കും കേട്ടോ. അമ്മ എന്നുള്ള വിളി വന്നു കഴിഞ്ഞാൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലണം. കുറച്ച് നേരം കൊഞ്ചിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവൻ ഹാപ്പിയാണ്. അപ്പം ഞാൻ അവനെ എണീക്കുമ്പോഴേക്കും എൻ്റെ എല്ലാ പരിപാടികളും നടത്താനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പം അതൊക്കെ അമ്മയും കിടക്കുന്നുണ്ട്. അപ്പോൾ ആരും അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് അതൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഭൂരിയും പിന്നെ വെള്ളയപ്പൊക്കെ മേടിച്ചത് ഞാനിങ്ങനെ പാത്രത്തിലെടുത്ത് വെച്ചു. ഗ്രീൻ മീൻസും കാര്യങ്ങളൊക്കെ സെറ്റായി. അതിൻ്റെ ഇടയിൽ ഞാൻ പാല് കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബബ്ലൂസിൻ്റെ കൂടെ രാവിലെ പാല് കുടിക്കും. അവനും ബൂസ്റ്റും എനിക്കും പ്രോട്ടീൻ പൗഡറും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കുടിക്കാറ്. അതൊരു 7:30 ആകുമ്പോഴേക്കും കഴിച്ചിട്ട് പിന്നെ ഒരു 9:30 ആകുമ്പോഴേക്കും ബബ്ലൂസിനെ കൊണ്ടാക്കി വന്ന സമയത്താണ് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മെഡിസിൻ എടുക്കാറ്. അങ്ങനെയാണ് ഇപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ ഒരു റൊട്ടീൻ പോണത്. അപ്പോൾ അതേ നമ്മുടെ മുട്ട പുഴുങ്ങിയതും ഗ്രീൻ മീൻസും പിന്നെ വെള്ളം കുടിക്കാനുള്ളത് ചൂടാക്കിയിട്ടുണ്ട്, കുളിക്കാനുള്ളത് ചൂടാക്കിയിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവന് കൊണ്ടുപോകാനുള്ള ഗ്രീൻ മീൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് നേരെ പോയി കുളിച്ചിട്ട് വേണം അവനെ വിളിക്കാനായിട്ട്. അവൻ്റെ കുളി കഴിഞ്ഞിട്ടോ. അപ്പോൾ പിന്നെ വിളക്ക് വയ്ക്കണം. എൻ്റെ സ്റ്റാൻഡ് വന്നിട്ട് കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. എന്നാലും വീഡിയോ ഒക്കെ അങ്ങനെ കവർ ചെയ്ത് പോകണമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ചത് എനിക്കുള്ള പാല് ഞാനൊരു 7:30 ആകുമ്പോൾ കുടിക്കും. അത് ഞാൻ പാല് കലക്കി ഞാൻ പാല് കുടിക്കുകയാണ്. അത് കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഇത്തിരി സമാധാനമാണ് കേട്ടോ. പിന്നെ അവനെ എണീറ്റിട്ട് അവനെ കുളിപ്പിച്ചിട്ട് അവനെ ക്രീമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര എനർജിയോടെ നടക്കും.
അവനെ ക്ലാസ്സിൽ വിട്ടിട്ട് വന്നിട്ട് മതി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോഴേക്കാണ് എനിക്ക് 9:30 ടൈമൊക്കെ ആകുമ്പോഴേക്കിന് എനിക്ക് വിശക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ ബബ്ലുവിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏട്ടന് അതിൻ്റെ ഇടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കേട്ടോ. അപ്പോൾ മുട്ട പുഴുങ്ങിയപ്പോൾ ഞാനത് 3 മുട്ടയായിട്ട് ഞാൻ പുഴുങ്ങി. അപ്പോൾ ബബ്ലൂസിന് ടിഫിൻ ബോക്സിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാനിത് സോസൊക്കെ കൂട്ടിയിട്ട് ആഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ടിഫിൻ ബോക്സ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഏട്ടനാണ് ഇവിടെ ബബ്ലൂസിൻ്റെ യൂണിഫോം കാര്യങ്ങളൊക്കെ ഇട്ട് അവനെ സുന്ദര കുട്ടപ്പനാക്കണത് ഏട്ടനാണ് കേട്ടോ. ചന്ദനം മാത്രമേ ഞാൻ തൊട്ട് കൊടുക്കുള്ളൂ, ബാക്കിയെല്ലാം ഏട്ടൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ആ ഭാഗം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും എനിക്ക് ക്ലാസ്സിൽ പോകാനായിട്ട് ബബ്ലൂസിനെ കൊണ്ടാക്കാനായിട്ട് റെഡി ആയാൽ മതി. അപ്പോൾ എൻ്റെ റെഡി ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ ബബ്ലൂസിനെ കൊണ്ടാക്കാനായിട്ട് ഒരു 8:30 ആകുമ്പോഴേക്ക് ഇറങ്ങി കേട്ടോ. സിഗ്നൽ ഇച്ചിരി ലേറ്റ് ആവണ്ടെന്ന് വെച്ചിട്ട് 8:30 ആകുമ്പോഴേക്ക് ഇറങ്ങി. അവരെ കൊണ്ടാക്കും ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം 2 ഡേയ്സ് മുടക്കാനുള്ളത്, സാറ്റർഡേ സൺഡേ മുടക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഫേസിലുണ്ട്. അവനതേ ക്ലാസ്സിലൊക്കെ ആക്കി. ഇനി 12:30 വിളിക്കാൻ ചെന്നാൽ മതി. അങ്ങനെ വരുന്ന വഴിക്ക് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ കയറിയിട്ട് വല്യമ്മ എന്തോ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാഴ്സലും കൂടി വാങ്ങിയിട്ട് നേരെ പൂച്ചെട്ടിയുമുള്ള ഒരു മീൻ ഷോപ്പുണ്ട്, അവിടെ കയറിയിട്ട് മീനും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എൻ്റെ മോർണിംഗിലത്തെ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഏതരം വീഡിയോ ഒക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എൻ്റെ നിന്ന് കേൾക്കാൻ താല്പര്യം എന്നുള്ള എല്ലാം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.